തന്നിരിക്കുന്നതിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? എ. സുപ്രീം കോടതി, ബി. പാർലമെൻറ്റ്, സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആൻസർ സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? എ. 1993 ഒക്ടോബർ 12, ബി. 1994 നവംബർ 24, സി. 1993 സെപ്റ്റംബർ 28. ആൻസർ എ. 1993 ഒക്ടോബർ 12. തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ബി. ജുഡീഷ്യൽ സ്ഥാപനമാണ്, സി. ഭരണഘടനാ സ്ഥാപനമാണ്. ആൻസർ എ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? എ. മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി, ബി. സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹി, സി. ഫരീദ് കോട്ട് ഹൗസ്, ന്യൂഡൽഹി. ആൻസർ സി. ഫരീദ് കോട്ട് ഹൗസ്, ന്യൂഡൽഹി. തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്താണ്? എ. വസുദൈവ കുടുംബകം, ബി. സർവ ഭവന്തു സുഖിന, സി. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആൻസർ ബി. സർവ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ എത്ര സ്ഥിരാംഗങ്ങളാണ്? എ. 13, ബി. 7, സി. 6. ആൻസർ സി. 6. തന്നിരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ആൾക്ക് വേണ്ട യോഗ്യത എന്താണ്? എ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്ക്, ബി. സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്ക്, സി. സർക്കിൾ ഇൻസ്പെക്ടർ റാങ്ക്. ആൻസർ എ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്ക്. തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് സ്ഥിരാംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? എ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ബി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, സി. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആൻസർ ബി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവയെ തിരഞ്ഞെടുക്കുന്നത് ആര്? എ. രാഷ്ട്രപതി, ബി. പാർലമെൻറ്റ് അംഗങ്ങളായുള്ള 6 അംഗ സമിതി, സി. പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള 6 അംഗ സമിതി. ആൻസർ സി. പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള 6 അംഗ സമിതി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? എ. രാഷ്ട്രപതി, ബി. പാർലമെൻറ്റ് അംഗങ്ങളായുള്ള 6 അംഗ സമിതി, സി. പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള 6 അംഗ സമിതി. ആൻസർ എ. രാഷ്ട്രപതി. മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? എ. രാഷ്ട്രപതിക്ക്, ബി. പാർലമെൻറ്റിന്, സി. കേന്ദ്ര സർക്കാരിന്. ആൻസർ സി. കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? എ. ജസ്റ്റിസ് ഫാത്തിമ ബീബി, ബി. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, സി. ജസ്റ്റിസ് എം.എൻ. വെങ്കിട്ട ചെല്ലയ്യ. ആൻസർ ബി. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? എ. 1998 ഡിസംബർ 11, ബി. 1994 ഡിസംബർ 24, സി. 1993 ഒക്ടോബർ 12. ആൻസർ എ. 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? എ. രാഷ്ട്രപതി, ബി. ഗവർണർ, സി. മുഖ്യമന്ത്രി. ആൻസർ ബി. ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? എ. രാഷ്ട്രപതിക്ക്, ബി. ഗവർണർക്ക്, സി. മുഖ്യമന്ത്രിക്ക്. ആൻസർ ബി. ഗവർണർക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? എ. രാഷ്ട്രപതി, ബി. ഗവർണർ, സി. മുഖ്യമന്ത്രി. ആൻസർ എ. രാഷ്ട്രപതി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? എ. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്, ബി. ജസ്റ്റിസ് ജെ. ബി. കോശി,
സി ജസ്റ്റിസ് പരീത് പിള്ള. ആൻസർ സി ജസ്റ്റിസ് പരീത് പിള്ള.